നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതെ, ഈ അസുഖത്തിന്റെ ചികിത്സയ്ക്ക് ഇനി വേറെന്തെങ്കിലും ചെയ്യാനുണ്ടോ? അല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക. ഇനിയുള്ള കാര്യങ്ങളൊക്കെ സാറിനെ കൊണ്ട് കൂട്ടിയ കൂടാത്തതാ. ആഹാ, അതെന്താ എന്നെ കൊണ്ട് കൂട്ടിയ കൂടാത്ത കാര്യം? പഴയ ആചാരോ. ദേവീകോപാണ് വസൂരിവരം കാരണം എന്നാണല്ലോ പറയാറ്. അപ്പോ അതുപോലെ ദേവിയെ പ്രീതിപ്പെടുത്താനും ശ്രമിക്കണം. അല്ല, അതിനെന്താ വല്ല അമ്പലത്തിലും പോണോ? വഴിപാട് കഴിക്കണോ? എന്താ ചെയ്യണ്ടേ പറഞ്ഞോ? അതൊന്നും വേണ്ട. പിന്നെ ദേവിയുടെ നാമങ്ങളൊക്കെ പറയുന്ന സ്തുതികളുണ്ട്, അത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം സമയം കിട്ടുമ്പോഴൊക്കെ. അതാ ഞാൻ പറഞ്ഞത്, സാറിനെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന്. എന്താ നന്ദിനി? വേറെന്തെങ്കിലുമൊക്കെ ഈ അസുഖത്തിന് വേണ്ടി ചെയ്യാനുണ്ടോന്ന് സാറ് ചോദിക്കുന്നു. ദേവീനാമം ചൊല്ലാറുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ആരതിക്ക് അറിയാമോ ഇത്? ഞാൻ മുമ്പൊരിക്കൽ പഠിക്കാനൊക്കെ ശ്രമിച്ചതാ, പക്ഷേ എന്നെ കൊണ്ട് പറ്റിയില്ല. എന്നാ പിന്നെ ഇതൊക്കെ അറിയാവുന്ന ആരെങ്കിലും നമുക്ക് വിളിച്ചു വരുത്തിയാലോ? അയ്യോ സർ, അങ്ങനെ ആരും വരില്ല. പ്രത്യേകിച്ചും ഈ അസുഖമുള്ള ഒരാളുടെ തൊട്ടടുത്ത് വന്നിരുന്ന് ചൊല്ലാൻ ഒരാൾ സമ്മതിക്കില്ല. സാർ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി അതിനുവേണ്ടി ആരെയും അന്വേഷിച്ചു പോണ്ട. അല്ല, ചൊല്ലുന്നത് നല്ലതല്ലേ? അല്ലേ? അതെ ഏട്ടാ, അതൊരു പ്രാർത്ഥനയായിട്ട് ചൊല്ലാം. കിടക്കുന്ന ആളിന് അതൊരു മനസമാധാനമാവും. ഓക്കെ, എങ്കിൽ നിങ്ങൾ കിടന്നോ, ഞാനേ പുറത്ത് കിടന്നോളാം. അയ്യോ, ഏട്ടനിവിടെ കട്ടിലിൽ തന്നെ കിടന്നോളൂ, ഞാൻ ഇവളുടെ അടുത്ത്. അത് വേണ്ട, അയാള് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഓക്കെ നന്ദിനി, ഗുഡ് നൈറ്റ്. ഏട്ടന്റെ കാര്യം വലിയ അത്ഭുത. വലിക്കില്ല കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞത് ചെയ്യില്ല, എനിക്കത് ഉറപ്പാ. അതിലെനിക്ക് ഒരു സംശയമില്ല. കാരണം എന്താണെന്നറിയോ? ആ മനുഷ്യൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതിന് നന്ദിനി ചിലപ്പോ ചില കാരണങ്ങളൊക്കെ പറയുമായിരിക്കും, പക്ഷേ സത്യം അതാണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് ബോധ്യം വരും. നീ കിടന്നോ. അപ്പോ നീയോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൂടെ ഒരു പാവിരിച്ച് കിടക്കാം. എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണം. ഇപ്പോ കുറച്ചല്ലേ പൊന്തിയിട്ടുള്ളൂ. നാളത്തെ അവസ്ഥയൊന്നും പറയാൻ പറ്റില്ല. നീ കണ്ണടച്ച് കിടന്നോ. വിശ്വവിനോദിനി നന്ദനുതേ ഗിരിവരവിന്ധ്യ ശിരോധിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുതേ ഭഗവതി ഹേശിനി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ 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 महिषासुरमर्दिनि रम्यकवर्दिनि शैलसुते
ഞാനല്ല, അവിടെന്ന്. ആരാ? വാ. സുരവരമർഷിണി ദുർധരധർഷിണി ദുർമുഖമർഷിണി ഹർഷരദേ ത്രിഭുവന പോഷിണി ശങ്കരതോഷിണി കിൽവിഷതോഷിണി ഗോചരദേ ധനുജ നിരോഷിണി ദിതിസുതരോഷിണി ദുർമദശോഷിണി സിന്ധുസുതേ ജയ ജയ ഹേ महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते ऐ जगदम्ब मदम्ब कदम्ब वनप्रियवासिनि मैडम। सरदे चिकिर शिरोमणि तुंग हिमालय शृंग निजालय मध्यगते मधु मधुरे मधु कैडव भञ्जिनि रासरते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि ആന്റി, സൂര്യയുടെ ശബ്ദം പോലെ തോന്നുന്നുണ്ടല്ലോ. സൂര്യയുടെ ശബ്ദം പോലെയല്ല, അവൻ തന്നെയാണ്. റിയാലിറ്റി ഷോയിലും വല്ലതും പങ്കെടുക്കാൻ പോകുന്നു. ഈശ്വരാ, ഇനി എന്തൊക്കെ വേഷം കെട്ടുകളാ കാണേണ്ടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ജയ ജയ ഹേ महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते ऐरण दुर्मद शत्रुवधोदित दुर्धर निर्झर शक्तिभृदे चतुर विचारधुरीण महाशिव दूतकृता प्रमथाधिपते दुरित दुरीह दुराशय दुर्मदि दानव दूतकृतान्तमते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते ऐ शरणागत वैरिवधूवर वीरवराभयदायकरे त्रिभुवनमस्तकशूलविरोधि शिरोधि कृतामलशूलकरे दुमि दुमि तामर दुन्दुभिनाद महोमुखरीकृत दिक्मकरे जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते ऐ निज हुंकृति मात्र निराकृत धूम्र विलोचन धूम्रशते समर विशोषित शोणित बीज समुद्भव शोणित बीजलते शिव शिव शुंभ निशुंभ महाहव तर्पित भूत पिशाचरते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते ऐ मयि दीनदयालुतया कृपयैव त्वया भवितव्यमुमे